1949 ഡിസംബർ 28 രാത്രിയാണ് ബാബറി മസ്ജിദിൽ രാമവിഗ്രഹം ആദ്യമായി പൊട്ടിമുളച്ചത്. നെഹ്റുവിനോട് അന്നത്തെ UP മുഖ്യമന്ത്രി ചോദിച്ചു, പണ്ഡിറ്റ്ജി ഒരു വിഗ്രഹം വന്നിരിക്കുന്നു, എന്ത് ചെയ്യണം? നെഹ്റു പറഞ്ഞു, അതെടുത്ത് സരയുവിൽ ഒഴുക്കണം. അത് അദ്ദേഹം പറയുന്നുണ്ട്, അത് ചെയ്തില്ലെങ്കിൽ ഭാവിയിലെ വൻ വിപത്ത് അവിടെ നിന്നായിരിക്കും. നെഹ്റു 49 പറഞ്ഞതാണ്. അച്യുത് പട്വർദ്ധൻ അയോധ്യയിലെ സീറ്റ് രാജിവെച്ച് സോഷ്യലിസ്റ്റായി മത്സരിക്കുന്ന കാലമാണ്. ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെന്ന് കരുതിയതുകൊണ്ട് GB പന്ത് തൽക്കാലം നെഹ്റു പറഞ്ഞത് കേട്ടില്ല. അദ്ദേഹം ആ വിഗ്രഹം പുഴയിൽ ഒഴുക്കിയില്ല. അദ്ദേഹം ബാബറി മസ്ജിദ് അടച്ചുപൂട്ടി. ഒരു തർക്കം തുടങ്ങുന്നു. 1992 ബാബറി മസ്ജിദ് പൊളിക്കപ്പെടുന്നു. വേണമെങ്കിൽ ഓർക്കാവുന്ന കാര്യം, 92 ഡിസംബർ 6 രാവിലെ അന്നത്തെ പ്രധാനമന്ത്രിയോട് ചോദിച്ചു, എന്ത് സംഭവിക്കും ഉച്ചയ്ക്ക്? അദ്ദേഹം പറഞ്ഞു, ഒന്നും സംഭവിക്കില്ല. ഉച്ചയായപ്പോൾ ബാബറി മസ്ജിദ് ഉണ്ടായില്ല. ഒന്നും സംഭവിക്കില്ല എന്നാ പറഞ്ഞു. പക്ഷെ ഉണ്ടായില്ല. നെഹ്റു അന്ന് പറഞ്ഞു, ഇന്നെടുത്ത് കളഞ്ഞില്ലെങ്കിൽ അത് ഭാവിയിലെ വൻ വിപത്തിലേക്കായിരിക്കും വഴിവെക്കുക. 2 പ്രധാനമന്ത്രിമാരാണ്.